ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ക്രാഫ്റ്റ് വീഡിയോ ആണ്. പിന്നെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പേപ്പർ ഫ്ലവർ ആണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് കുറച്ച് സാധനങ്ങൾ മാത്രം മതി. കത്രികയും പശയും ചാർട്ട് പേപ്പറും മാത്രം മതി. അപ്പോൾ ഇതിനായിട്ട് ഞാൻ പച്ച കളറിലെ ചാർട്ട് പേപ്പറും പിങ്കും യെല്ലോയും ആണ് എടുത്തേക്കുന്നത്. ഇത് കറക്റ്റ് പച്ച കളറല്ല, പച്ച കളർ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് പകരം ഇത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഏത് കളറാണെന്നൊന്നും അറിഞ്ഞുകൂടാ, പച്ച പോലെ ഇരിക്കുന്നൊരു കളറാണ്. അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് തന്നെ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മളിത് റോൾ ചെയ്യാൻ പോവുകയാണ്. നമുക്കൊരു സ്റ്റിക്കാണ് വേണ്ടത്, ഫ്ലവറായിട്ടുള്ള സ്റ്റിക്കാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഫ്ലവറിൻ്റെ സ്റ്റിക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്, അത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഞാനത് പശ തേച്ച് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഫ്ലവറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഫസ്റ്റ് യെല്ലോ കളറിലെ ചാർട്ട് പേപ്പറാണ് എടുക്കുന്നത്. എന്നിട്ടാണ് നമ്മൾ പിങ്ക് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ യെല്ലോ കളറിലെ ചാർട്ട് പേപ്പർ ഇതുപോലെ മടക്കുന്നുണ്ട്. മടക്കി ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് പോലെ ആക്കി എടുത്തിട്ട് അത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഞാൻ ഓൾറെഡി യൂസ് ചെയ്ത ചാർട്ട് പേപ്പറാണ്. അപ്പോൾ ഇത് ഓൾറെഡി കട്ടായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാനത് റെക്റ്റാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ സൈഡൊക്കെ ഞാൻ കറക്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ഏകദേശം ഈ ഒരു ഷേപ്പിൽ കിട്ടും. അത് ഞാൻ മടക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ കാണുമ്പോൾ മനസ്സിലാവില്ല, അതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ ഞാൻ ഇച്ചിരി സ്പീഡിലാണ് കാണിക്കുന്നത്, കുറച്ച് ഭാഗം കാണിച്ചിട്ടുള്ളൂ. കട്ട് ചെയ്യുന്നത് മനസ്സിലാകുന്നതുകൊണ്ട് ഞാൻ കൂടുതൽ കാണിച്ചിട്ടില്ല. അപ്പോൾ ഇതുപോലെ തന്നെ കറക്റ്റ് ഷേപ്പിലും സൈസിലൊക്കെ തന്നെ അങ്ങനെ നൈസായിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ചാർട്ട് പേപ്പർ ഇവിടെ ഞാൻ ഫുള്ള് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ഞാനത് തിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു. നല്ലതായിട്ട് എടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാനങ്ങനെ തിരിച്ചിട്ടിട്ട് അതിൻ്റെ അകവശം ഞാൻ ഇതുപോലെ ഗമ്മ കൊണ്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പേപ്പർ നമുക്ക് ഇനി സ്റ്റിക്കിലേക്ക് ഒട്ടിച്ച് കൊടുക്കണം. ഒട്ടിച്ച് കൊടുക്കുന്ന സമയത്ത് അത് പറഞ്ഞു പോരായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അകവശം കൂടെ ഒട്ടിച്ച് കൊടുത്തത്. ഇനി ഏതെങ്കിലും ഈ ഒരു ഫ്ലവറിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ നമ്മൾ പശയും കൂടെ തേച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മളത് സ്റ്റിക്കിലേക്ക് ഇങ്ങനെ ചുറ്റിച്ച് റോളാക്കി ഫ്ലവർ പോലെ ആക്കി എടുക്കും. അപ്പോൾ ഞാനങ്ങനെ ഒരു സൈഡിൽ ഫുള്ള് ഗം തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ആ ഗ്രീൻ സ്റ്റിക്ക് ഇതുപോലെ അതിൻ്റെ ഏതെങ്കിലും സൈഡിൽ വെച്ചിട്ട് അതിങ്ങനെ റോൾ ചെയ്ത് ഫ്ലവർ പോലെ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല ഭംഗിയാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനതങ്ങനെ ഫുള്ള് റോൾ ചെയ്ത് ഫ്ലവർ പോലെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ, ഒരു ഫ്ലവർ പോലെ ആയിട്ടുണ്ട്. നമുക്കതിൻ്റെ ബാക്കിയും കൂടെ ചെയ്യണം. ബാക്കി ഞാൻ പിങ്ക് ചാർട്ട് പേപ്പർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ യെല്ലോ കളർ ചാർട്ട് പേപ്പർ ചെയ്ത പോലെ തന്നെ പിങ്കും ഇതുപോലെ മടക്കി കട്ട് ചെയ്തെടുത്ത് നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഫുള്ള് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അത് തിരിച്ചിടുകയാണ് ചെയ്യുന്നത്. ഇതുപോലെയാണ് തിരിച്ചിടുന്നത്. അങ്ങനെ തിരിച്ചിട്ടിട്ട് അകപ്പശം ഇതുപോലെ പശ കൊണ്ട് ഒട്ടിച്ച് കൊടുത്ത് അത് കുറച്ച് ഉണങ്ങിയിട്ട് അതിൻ്റെ പുറത്തും കൂടെ തേച്ച് കൊടുത്ത് ആ യെല്ലോയുടെ ചുറ്റുവിനായിട്ട് ബാക്കി ആ ഒരു പിങ്ക് ചാർട്ട് പേപ്പർ ഇതുപോലെ ഇങ്ങനെ ചുറ്റി കൊടുക്കണം. അപ്പോൾ നമുക്ക് നല്ല ഫ്ലവറായിട്ട് കിട്ടും. നമ്മുടെ പേപ്പർ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫുള്ള് ചാർട്ട് പേപ്പർ അതിൽ ചുറ്റി കൊടുത്തിട്ടുണ്ട്. യെല്ലോടെ ചുറ്റി നമ്മൾ പിങ്ക് ചുറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ ലീഫ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ 4 ലീഫ് ഇതുപോലെ ഗ്രീൻ ചാർട്ട് പേപ്പറിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതങ്ങനെ ഞാൻ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ ഒരു യെല്ലോ പിങ്ക് കോമ്പിനേഷൻ തന്നെ ചെയ്യണമെന്നില്ല, വേറെ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊണ്ട് ചെയ്താലും മതി. നിങ്ങളുടെ ഉള്ള ചാർട്ട് പേപ്പറിൻ്റെ കളർ കൊണ്ട് എന്തെങ്കിലും ചെയ്താൽ മതി. ഈ ഒരു ലീഫ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ അവസാനം എക്സ്ട്രാ ഭംഗിക്ക് വേണ്ടി ഒന്നും കൂടെ ഒട്ടിച്ച് കൊടുത്തതേ ഉള്ളൂ. നമ്മുടെ ഗ്രീൻ ചാർട്ട് പേപ്പർ ചെയ്ത് ഞാൻ ഇതുപോലെ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താണ് 4 എണ്ണം. അങ്ങനെ അതുകൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത് കാണിക്കാഞ്ഞത്. നമ്മുടെ ലീഫെല്ലാം ഞാൻ ഇവിടെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്ലവറിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.